സോഷ്യൽ മീഡിയയിലൂടെ കാമഹേതുവായ കാമവികാരജനകമായ ഭോഗാസക്തി ജനിപ്പിക്കുന്ന രീതിയിലുള്ള അഭിപ്രായങ്ങൾ, അഭിപ്രായ പ്രകടനങ്ങൾ, പടങ്ങൾ അപ്ലോഡ് ചെയ്യുക മുതലായ കാര്യങ്ങൾക്ക് 5 വർഷം വരെ തടവും 1 ലക്ഷം വരെ ശിക്ഷയും ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് ആദ്യത്തെ പ്രാവശ്യം കൺവിക്ട് ചെയ്താൽ. വീണ്ടും ഇപ്രകാരം ചെയ്യുകയാണെങ്കിൽ 10 വർഷം വരെ ശിക്ഷിക്കപ്പെടാവുന്ന 10 ലക്ഷം രൂപ വരെ പിഴ ഈടാക്കപ്പെടാവുന്ന ഒരു കുറ്റകൃത്യമായിട്ട് ഒരു സ്ത്രീക്ക് താല്പര്യമില്ലാത്ത രീതിയിൽ അവളെ നിരന്തരം പിന്തുടർന്ന് ശല്യം ചെയ്താൽ അതിനും 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുക. ഫോളോ ചെയ്യുകയും മറ്റും ചെയ്താൽ അതുപോലും നിയമത്തിൽ കുറ്റകരമാണ്. 3 വർഷം വരെ തടവ്. സ്ത്രീകളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന കമന്റുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും, ഇടുന്ന ആൾക്ക് ഇഷ്ടമായിരിക്കും. അത് ആരെ ഉദ്ദേശിച്ചാണോ ഇടുന്നത് അവർക്ക് താല്പര്യമില്ലാത്ത രീതിയിലുള്ള ഒരു ലൈംഗിക ചുവയുള്ളതോ ലൈംഗികോദ്ദീപകമായതോ കാമോദ്ദീപകമായതോ ആയിട്ടുള്ള കമന്റുകളാണെങ്കിൽ നിങ്ങൾ അപകടത്തിലേക്കാണ് പോകുന്നത്. നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ സ്ത്രീകൾക്കെതിരെയുള്ള അധിക്ഷേപങ്ങളും അവരുടെ വ്യക്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള കമൻറ്റുകളും മറ്റു രീതിയിലുള്ള ആക്ഷേപങ്ങളൊക്കെ ഉയർന്നു വരുന്ന ഒരു കാലഘട്ടമാണിത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുകയാണ് നിയമവിദഗ്ധനും അഡ്വക്കേറ്റുമായ മൃദുൽ ജോൺ മാത്യു. സാർ, ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൂടെയുള്ള അധിക്ഷേപങ്ങളും ലൈംഗിക അധിക്ഷേപങ്ങളും മറ്റുമെല്ലാം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഇത്തരത്തിൽ ഈ സോഷ്യൽ മീഡിയയിലുള്ള അധിക്ഷേപങ്ങൾ നടത്തിയാലും ലൈംഗിക ചുവയോടുകൂടിയുള്ള സംസാരങ്ങളും കമൻറ്റുകളും നടത്തിയാലും ഏതൊക്കെ രീതിയിലുള്ള നടപടികളാണ് എടുക്കുക, എന്തൊക്കെ വകുപ്പുകളാണ് ഇതിൽ ഉൾപ്പെടുക? ഈ സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല, ഒരു വ്യക്തിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള ലൈംഗിക ചുവയുള്ള അധിക്ഷേപങ്ങൾ, ലൈംഗിക അർത്ഥം വരുന്ന സംസാരങ്ങൾ, ആവശ്യപ്പെടലുകളെല്ലാം തീർച്ചയായിട്ടും കുറ്റകരമാണ്. അത് ശിക്ഷാർഹമാണ്. ഇപ്പോഴത്തെ പുതിയ നിയമപ്രകാരം 2024 വന്ന BNSS നിയമപ്രകാരം അത് ജാമ്യം സ്വാഭാവികമായി ലഭിക്കാത്ത നോൺ ബെയിലബിൾ ഒഫൻസ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പിന്നെ എത്ര വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന, അത്ര എങ്ങനെയാണ് പിഴ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഈ ലൈംഗിക അതിക്രമങ്ങൾ, ലൈംഗിക അധിക്ഷേപങ്ങൾ എന്നിവ പല കാറ്റഗറീസ് ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിന് ഓരോന്നിനും ഫസ്റ്റ് ഒഫൻസിന് ഒരു രീതിയിലുള്ള ശിക്ഷ, സബ്സിക്വൻറ്റ് ഒഫൻസിന് വേറെ രീതിയിലുള്ള ശിക്ഷ, അങ്ങനെയാണ് പോകുന്നത്. ഇപ്പം പുതിയ BNSS 75 പ്രകാരം ഒരു സ്ത്രീയുടെ താല്പര്യമില്ലാത്ത അവളെ സ്പർശിക്കുകയോ അവളുടെ കയ്യിൽ നിന്ന് സെക്ഷുവൽ ഫേവേഴ്സ്, ലൈംഗികമായ ആവശ്യങ്ങളോട് ഉന്നയിക്കുകയോ അവളുടെ താല്പര്യമില്ലാതെ ഒരു പോർണോഗ്രാഫിക് മെറ്റീരിയൽ, അതായത് ലൈംഗിക ചുവയുള്ള കാര്യങ്ങൾ ഫോണിലൂടെയോ അല്ലാതെയോ പ്രദർശിപ്പിക്കുകയോ ചെയ്താൽ ഇപ്പോഴത്തെ രീതിയിൽ 3 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന കുറ്റകൃത്യമാണ്. അതുപോലെ തന്നെ സെക്ഷുവലി കളേർഡ് റിമാർക്സ് ഉണ്ടാക്കി. ഇപ്പം നമ്മൾ സാമൂഹിക മാധ്യമം, ഇപ്പോൾ നമ്മൾ വാർത്താ മാധ്യമങ്ങളിൽ വളരെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയമാണല്ലോ സെക്ഷുവലി കളേർഡ് റിമാർക്സ്. അതായത് പ്രഥമ ദൃഷ്ട്യാ അതിനകത്ത് കാമോദ്ദീപകമായ കാര്യങ്ങളൊന്നും കാണത്തില്ല, എന്നാൽ അതിന് അർത്ഥം വരുന്ന രീതിയിലുള്ള സംസാരങ്ങൾ നിയമത്തിൽ കുറ്റകരമാണ്. അത് 1 വർഷം വരെ തടവ് കിട്ടാവുന്ന നോൺ ബെയിലബിൾ ഒഫൻസാണ്. നേരത്തെ ഇത് 1860 എഴുതിയ IPCയിലും ഈ സോഷ്യൽ മീഡിയ അന്ന് ഇല്ല, എന്നാൽ ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും ഇത്തരത്തിലുള്ള ഒരു സ്ത്രീയുടെ താല്പര്യത്തിന് വിരുദ്ധമായി അവരോട് ഇടപെടുന്നതും എല്ലാം കുറ്റകരം തന്നെ ആയിരുന്നു. എന്നാൽ അന്നത്തെ പഴയ IPC 24 നിലവിൽ വരുന്ന കുറ്റസംഹിതയ്ക്ക് മുമ്പേ അത് ബെയിലബിൾ ഒഫൻസ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് കൂടുതൽ സ്ട്രോങ് ആയിട്ട് അതിപ്പോൾ നോൺ ബെയിലബിൾ ഒഫൻസായി കാറ്റഗറൈസ് ചെയ്തേക്കുകയാണ്. അതായത് സ്വാഭാവികമായി ജാമ്യം കിട്ടാത്ത ഒഫൻസ്, അത് കോടതിയുടെ ഡിസ്ക്രിഷൻ പ്രകാരം ജാമ്യം കിട്ടാതിരിക്കാം. അപ്പോൾ ഇത്തരത്തിൽ ഈ സോഷ്യൽ മീഡിയയുടെ വരവോടുകൂടി ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ വളരെ റാമ്പൻ്റ് ആവുകയും വളരെ സാധാരണമാവുകയും അതിന് ഒരു തടയിടുന്നത് അത്യാവശ്യമെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് നിയമത്തിൽ ഇപ്രകാരം ഒരു മാറ്റം വരുത്തിയത്. ഏതായാലും വളരെ സ്ഥിരമായിട്ട് പല സ്ത്രീകളും അനുഭവിക്കുന്നു, പ്രത്യേകിച്ച് ഒരു പബ്ലിക് ഡൊമൈനിൽ നിൽക്കുന്ന സ്ത്രീകൾ സാധാരണയായി അനുഭവിക്കുന്ന ഇത്തരം ഒരു വിഷയത്തിന് ഒരു കുറ്റകൃത്യമായിട്ട് തന്നെ കണക്കാക്കുന്നു. അത് ഇപ്പോൾ ശിക്ഷാർഹം തന്നെയാണ്. ഈ പൊതുസമൂഹത്തിൽ നിന്ന് നേരിടുന്നതും അതുകൂടാതെ ഈ സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള കമൻറ്റുകൾ വരുന്നതും, ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ടോ ഈ ശിക്ഷ നൽകുന്നതിൽ? പൊതുസമൂഹത്തിൽ നിന്ന് വരുന്ന കമൻറ്റുകൾ
തീർച്ചയായിട്ടും അത് ഈ നിയമത്തിൻ്റെ ഈ വകുപ്പുകൾക്കുള്ളിൽ വരുന്നതാണെങ്കിൽ അത് ശിക്ഷാർഹമാണ്. സോഷ്യൽ മീഡിയ ആ കമൻറ്റുകൾ വരുന്ന ഒരു രീതിയിൽ വ്യത്യാസം മാത്രമാണ്. അതുകൊണ്ട് തന്നെ BNSS ഇന്ത്യൻ ശിക്ഷാ നിയമം അല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിത അനുസരിച്ചുള്ള കുറ്റകൃത്യങ്ങൾ ഒരു തരത്തിൽ പറയുന്നു. അത് രണ്ടും ഒരേ അർത്ഥം വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതായത് നേരിട്ട് പറയുന്നതും സോഷ്യൽ മീഡിയയിൽ പറയുന്നതും. എന്നാൽ ഈ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിൽ 67A എന്ന് പറഞ്ഞൊരു വകുപ്പ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്താണ് സോഷ്യൽ മീഡിയയിലൂടെ കാമഹേതുവായ കാമവികാരജനകമായ ഭോഗാസക്തി ജനിപ്പിക്കുന്ന രീതിയിലുള്ള അഭിപ്രായങ്ങൾ, അഭിപ്രായ പ്രകടനങ്ങൾ, പടങ്ങൾ അപ്ലോഡ് ചെയ്യുക മുതലായ കാര്യങ്ങൾക്ക് പ്രത്യേകമായ കുറ്റകൃത്യമാണ്. അത് 5 വർഷം വരെ തടവും 1 ലക്ഷം വരെ ശിക്ഷയും ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ്. ആദ്യത്തെ പ്രാവശ്യം കൺവിക്ട് ചെയ്തത് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് സെക്ഷൻ 67 പ്രകാരമുള്ള കുറ്റകൃത്യം. അതായത് ഒരു സ്ത്രീയെ മോശമായ രീതിയിൽ ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രസിദ്ധീകരിക്കുക അല്ലെങ്കിൽ സംപ്രേഷണം ചെയ്താൽ അത് വളരെ ലൈറ്റായിട്ടാണ് പലരും കരുതുന്നത്. വളരെ ലൈറ്റായിട്ടാണ് അപ്രകാരമുള്ള കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള ബോധമില്ലായ്മയാണ് അതിന് കാരണം. എന്നാൽ അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. അതിന് പ്രകാരമുള്ള കുറ്റകൃത്യം വളരെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അത് ആളുകളെ ബോധ്യപ്പെടുത്തുകയാണ് ഇതിന് പ്രാഥമികമായി വേണ്ടത്. കാരണം ഇത് വളരെ സിമ്പിളായിട്ട് ഒരു പോസ്റ്റ് വരുന്നു, അതിന് താഴെ നമുക്ക് അന്നേരം മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത്. അത് വളരെ അപകടകരമായ കാര്യമാണ്. അതിന് ശിക്ഷ അനുശാസിക്കുന്നുണ്ട്. ആരെങ്കിലും ആ കേസുകളായിട്ട് മുമ്പോട്ട് പോയാൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു കുറ്റകൃത്യങ്ങൾ തന്നെയാണ് അതെല്ലാം. ഈ സോഷ്യൽ മീഡിയ അടക്കി വാഴുന്ന ഒരു കാലമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവണത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള കമൻ്റ് ഇടുന്ന പ്രവണതകളെല്ലാം തന്നെ ഒരു നിയമവിദഗ്ധൻ എന്നുള്ള രീതിയിൽ എന്താണ് പൊതുസമൂഹത്തോട് പറയാൻ? അതായത് ഈ കമൻറ്റുകൾ നമ്മൾ പുതിയ കാര്യമല്ല. കമൻറ്റുകൾ പണ്ടുമെല്ലാം അപ്പോഴപ്പോൾ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ പ്രകടിപ്പിക്കുന്നതാണല്ലോ കമൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മളിപ്പോൾ പുതിയ കാര്യമല്ല. അത് പണ്ടും അപ്രകാരമുള്ള കമൻറ്റുകൾ പല രീതിയിൽ അത് നേരിട്ടായിരിക്കും. എന്നാൽ ഇപ്പോഴത്തെ ഒരു വ്യത്യാസം, സോഷ്യൽ മീഡിയയിൽ ഒരു കമൻറ്റ് ഇടുകയാണെങ്കിൽ അതിൻ്റെ റീച്ച് വ്യാപകമാണ്. മറ്റേത് ഒരു കമൻറ്റ് 1, 2, 5, 10 പേര് കേൾക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരു കമൻറ്റ് പോകുന്ന ലക്ഷങ്ങളും ചിലപ്പോൾ അതിൻ്റെ നമ്മുടെ ചിന്തയ്ക്കതീതമായ ഒരു തലത്തിലേക്കാണ് പോകുന്നത്. അപ്പം വളരെ ഉത്തരവാദിത്തമില്ലാത്ത കമൻറ്റുകൾ സോഷ്യൽ മീഡിയയിൽ വന്നു തുടങ്ങിയപ്പോൾ നമ്മുടെ നിയമം വളരെ പെട്ടെന്ന് അതിനു വേണ്ടി അഡാപ്റ്റ് ചെയ്ത് അതിനെ സ്റ്റോപ്പ് ചെയ്യുന്ന, അതിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ശിക്ഷാ രീതികൾ നമ്മൾ നിയമത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫലമാണ് ഒന്ന്, ഈ പഴയ BNS 1860 എഴുതപ്പെട്ട ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ അതേ കാര്യങ്ങൾ തന്നെയാണ് 24 എഴുതപ്പെട്ട 75 വന്നേക്കുന്നത്. ഒറ്റ ഡിഫറൻസേ ഉള്ളൂ, അന്ന് സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നു, ഇന്ന് സോഷ്യൽ മീഡിയ ഉണ്ട്. അതിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയുള്ള, ആ വ്യത്യാസത്തെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയുള്ള മാറ്റങ്ങൾ പുതിയ നിയമത്തിൽ വന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഒരു പെൺകുട്ടിയെ നിരന്തരമായിട്ട് നമ്മൾ ഫോളോ ചെയ്യുകയാണ്. അതായത് മറ്റേ അവളുടെ പോസ്റ്റുകൾ ഫോളോ ചെയ്യുന്നു, അവളുടെ ഇത് ഫോളോ ചെയ്യുന്നു. അത് അവളുടെ താല്പര്യത്തിന് വിരുദ്ധമായിട്ടാണെങ്കിൽ അതിന് സ്റ്റോക്കിംഗ് എന്ന് പറഞ്ഞ് 78 എന്ന് പറഞ്ഞൊരു പ്രത്യേക വകുപ്പ് തന്നെയുണ്ട്. അത് സോഷ്യൽ മീഡിയയിൽ മാത്രം. എന്നാൽ ഒരു സ്ത്രീക്ക് താല്പര്യമില്ലാത്ത രീതിയിൽ അവളെ നിരന്തരം പിന്തുടർന്ന് ശല്യം ചെയ്താൽ അതിനും 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമായിട്ടാണ് നിയമം കാണുന്നത്. അത് സോഷ്യൽ മീഡിയയിലാണെങ്കിൽ അത് ഒരു നിരന്തരം പുറകെ നടന്ന് അവളെ താല്പര്യമില്ലാതെ ശല്യപ്പെടുത്തുന്നതാണ് ഒരു ഫിസിക്കൽ ഫോമെങ്കിൽ, സോഷ്യൽ മീഡിയയിൽ അവളെ നിരന്തരം ഫോളോ ചെയ്ത് അവളുടെ പോസ്റ്റുകൾക്ക് അൺവെൽക്കം ആയിട്ടുള്ള അവൾ താല്പര്യപ്പെടാത്ത രീതിയിലുള്ള കമൻറ്റുകൾ ഇടുക, അല്ലെങ്കിൽ നിരന്തരമായി താല്പര്യത്തിന് വിരുദ്ധമായി ഫോളോ ചെയ്യുകയും മറ്റും ചെയ്താൽ അതുപോലും നിയമത്തിൽ കുറ്റകരമാണ്. 3 വർഷം വരെ തടവ് വിധിച്ചിരിക്കുന്ന ശിക്ഷയാണ്. ഒരിക്കൽ അപ്രകാരം ശിക്ഷ കിട്ടിയതിന് ശേഷം വീണ്ടും അതേ കുറ്റകൃത്യം ആവർത്തിക്കുകയാണെങ്കിൽ 5 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കടുത്ത വകുപ്പായിട്ടാണ് അത് കണക്കാക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നോക്കുമ്പോൾ സോഷ്യൽ മീഡിയ യൂസിന് ഇപ്പം താങ്കൾ ചോദ്യത്തിന് മറുപടിയായിട്ട് സോഷ്യൽ മീഡിയ യൂസിന് എന്ത് ചെയ്യാം എന്ത് ചെയ്യരുത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു വ്യക്തത നമ്മുടെ ചെറുപ്പക്കാർക്ക്, പ്രത്യേകിച്ച് അവരാണല്ലോ കൂടുതൽ യൂസ് ചെയ്യുന്നത്, ഇപ്പോഴങ്ങനെയില്ല, എല്ലാ പ്രായത്തിലുള്ളവർ യൂസ് ചെയ്യുന്നെങ്കിലും പൊതുജനത്തിന് ഉണ്ടാവണം. അതായത് എന്താണ് ചെയ്യാൻ പാടുള്ളത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നുള്ളതിനെക്കുറിച്ചൊരു വ്യക്തത. അതിനകത്ത് വളരെ ബേസിക്കായിട്ട് പറയാനുള്ളത്, സ്ത്രീകളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന കമൻറ്റുകൾ
ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും, ഇടുന്ന ആൾക്ക് ഇഷ്ടമായിരിക്കും, പക്ഷേ അതിൻ്റെ റെസിപ്പി അത് ആരെ ഉദ്ദേശിച്ചാണോ ഇടുന്നത് അവർക്ക് താല്പര്യമില്ലാത്ത രീതിയിലുള്ള ഒരു ലൈംഗിക ചുവയുള്ളതോ ലൈംഗികോദ്ദീപകമായതോ കാമോദ്ദീപകമായതോ ആയിട്ടുള്ള കമൻറ്റുകളാണെങ്കിൽ നിങ്ങൾ അപകടത്തിലേക്കാണ് പോകുന്നത്. നിയമത്തിൻ്റെ കൈകൾ ചെറുതല്ല. ഇതിനകത്ത് ഈ പുതിയ 354 നമ്മുടെ BNSSും IPCയും ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെയും വകുപ്പുകൾ പ്രകാരം വളരെ അപകടകരമായ കുറ്റകൃത്യങ്ങളാണ്. അതിന് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം, അല്ലെങ്കിൽ സൂക്ഷിച്ചെന്ന് ഞാൻ പറയത്തില്ല, വളരെ ഉത്തരവാദിത്തോടെ വേണം സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാൻ. കൂടാതെ ഈ പ്രധാനമായി ഉയർന്നു വരുന്നത് ഈ ശരീരഘടനയെക്കുറിച്ച് അല്ലെങ്കിൽ ശരീര സൗന്ദര്യത്തെക്കുറിച്ചല്ലേ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത് എന്നുള്ള ഒരു കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട്. അതിനെങ്ങനെ നോക്കിക്കാണും? ഈ നേരത്തെ ഞാൻ പറഞ്ഞു, ഈ കമൻറ്റുകളാണല്ലോ ഈ ശരീരഘടനയെക്കുറിച്ചുള്ള കമൻറ്റുകൾ, ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തെക്കുറിച്ചുള്ള കമൻറ്റുകൾ മുതലായവ ആരെ ഉദ്ദേശിച്ചാണോ ചെയ്യുന്നത് അവർക്ക് താല്പര്യമില്ലാത്തതാണെങ്കിൽ തീർച്ചയായിട്ടും അത് പഴയ നിയമപ്രകാരമുള്ള സെക്ഷൻ 354-യുടെയും പുതിയ നിയമപ്രകാരമുള്ള സെക്ഷൻ 75-യുടെയും ഉള്ളിൽ വരുന്നത് തന്നെയാണ്. അതിനകത്ത് തീർച്ചയായിട്ടും പുതിയ 67 IT ആക്ടിന് കീഴിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് കുറ്റകരമാണ്, അപകടമുണ്ടാക്കാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കുക, അതാണ് ഇതിനകത്ത് ചെയ്യാനുള്ളത്. പിന്നെ നമ്മുടെ ഇതൊന്നും പുതിയ കാര്യങ്ങളല്ല. ഈ ഇത്തരത്തിലുള്ള കുറ്റങ്ങളും കുറ്റകൃത്യങ്ങളും ഒക്കെ നേരത്തെയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനെല്ലാം ഈ പുതിയ നിയമങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ നിയമ സംവിധാനങ്ങൾ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്, ഹൈക്കോടതി അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കേരള ഹൈക്കോടതിയുടെ 2018 തന്നെ ഒരു കേസിൽ, അതായത് ഒരു രാഷ്ട്രീയ സ്വഭാവമുള്ള ഒരു വിഷയത്തിൽ ഒരു രാഷ്ട്രീയ സ്വഭാവമുള്ള ഒരാളുടെ ഒരു അടുത്ത ബന്ധുവിനെ പറ്റി ഒരു രാഷ്ട്രീയത്തിൽ തന്നെ നിൽക്കുന്ന ഒരു വ്യക്തി വളരെ ലൈംഗിക ചുവയുള്ള ലൈംഗികോദ്ദീപകമായ കാര്യങ്ങൾ നിരന്തരം ഫേസ്ബുക്കിലെ മറ്റ് സോഷ്യൽ മീഡിയ പോസ്റ്റുകളായിട്ട് ഇട്ടിരുന്നു. ഈ വിഷയം ഇപ്പോഴത്തെ ഈ ബഹളങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഈ വിക്റ്റിമായിട്ടുള്ള സ്ത്രീ പോലീസിൽ പരാതിപ്പെടുകയും അത് കേസെടുക്കുകയും അതിനുള്ള നടപടികളൊക്കെ നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു കുറച്ച് സെലിബ്രിറ്റീസ് വരുമ്പോഴാണ് ഇതൊരു വിഷയമായിട്ട് വരുന്നത്. അല്ലാതെ തന്നെ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഈ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവാറുണ്ട്. നിയമം അതിൻ്റെ രീതിയിൽ അതിനെ മുമ്പോട്ട് കൊണ്ടുപോകാറുണ്ട്. ധാരാളം പേർ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, ട്രയൽ ഫേസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇത് പുതിയ കാര്യമില്ല. 2018 വളരെ ഹൈ പ്രൊഫൈലായിട്ടുള്ള 1-2 കേസുകളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ കേരള ഹൈക്കോടതി തന്നെ ഇത് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് വ്യക്തത വരുത്തിയിട്ടുണ്ട്. കേരള ജസ്റ്റിസ് രാജാ വിജയരാഘവൻ്റെ ഒരു വിധിന്യായം തന്നെയുണ്ട് ഇതിനെ സംബന്ധിച്ചുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത് പുതിയ കാര്യമല്ല. ഇപ്പോഴൊരു സെലിബ്രിറ്റീസ് വരുമ്പോഴത്തേനും നമ്മളൊരു പുതിയ കാര്യമായിട്ട് എടുക്കുന്നതാണ്. ഏതായാലും ശരി, ഉത്തരവാദിത്വത്തോടെയുള്ള സോഷ്യൽ മീഡിയ യൂസ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം ഉത്തരവാദിത്വത്തോടല്ല ചെയ്യുന്നതെങ്കിൽ കടുത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള വിഷയമെന്നുണ്ടെങ്കിൽ തർക്കമില്ല. ഹണി റോസിനെ പോലെയുള്ള നിരവധി സ്ത്രീജനങ്ങൾ ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങളെല്ലാം നേരിടുന്നുണ്ട്. ഈ സ്ത്രീജനങ്ങൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള നിയമ നടപടികളാണ് നേരിടേണ്ടത്? അവർ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? പരാതി എവിടെയാണ് കൊടുക്കേണ്ടത്? ഒരു നിയമവശം എന്താണ്? ഈ നേരത്തെ ഇപ്പം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്തരം കുറ്റകൃത്യങ്ങളെല്ലാം തന്നെ പോലീസിന് നേരിട്ട് കേസെടുക്കാവുന്ന വിഷയങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് ഇത് നേരിട്ട് പോലീസിൽ പരാതിപ്പെടാം. പരാതിപ്പെടാൻ പല മാർഗ്ഗങ്ങളുണ്ട്. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഹെൽപ്പ് ലൈൻ നമ്പറുകളുണ്ട്. മറ്റ് നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതിയായിട്ട് കൊടുക്കാം, ഓൺലൈനായിട്ട് പരാതിയായിട്ട് കൊടുക്കാം, കത്തായിട്ട് പരാതിയായിട്ട് കൊടുക്കാം. ഏത് രീതിയിൽ പരാതി കൊടുത്താലും ഇതിനകത്ത് ഇപ്രകാരം ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള വിവരം പോലീസിന് ലഭിക്കുകയാണെങ്കിൽ പോലീസ് അത് കേസെടുക്കാൻ ബാധ്യസ്ഥരാണ്. ഏതെങ്കിലും കാരണവശാൽ പോലീസ് കേസെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസേൺഡ് ആയിട്ടുള്ള ഇപ്പം കോർപ്പറേഷൻ സിറ്റി ഏരിയ ആണെങ്കിൽ കമ്മീഷണർക്കോ അല്ലാത്ത സ്ഥലങ്ങളാണെങ്കിൽ ജില്ലാ പോലീസ് മേധാവിക്കോ പരാതി കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് കോടതിയിൽ വരാവുന്നതാണ്. കോടതിയിൽ തീർച്ചയായിട്ടും അത് ഒരു സ്വകാര്യ അന്യായമായിട്ട് കണക്കിലെടുത്ത് നടപടികൾ മുൻപോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും. മറ്റ് കുറ്റകൃത്യങ്ങളിൽ ഏത് തരത്തിലാണോ നടപടിയെടുക്കുന്നത് അതേപോലെ തന്നെ ഇതിനകത്ത് നടപടി ഉണ്ടാകും.